പയ്യന്നൂരുകാർക്ക് യാതൊരു മുഖവരയുടെയും ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് കെ വിജയകുമാർ. അദ്ദേഹം തൻ്റെ പ്രവർത്തന പദത്തിൽ 50 വർഷം പൂർത്തിയാക്കുകയാണ്. 1975 ഞാൻ എൻറോൾ ചെയ്ത് അഡ്വക്കേറ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ എത്തി 75 തന്നെ എൻ്റെ അച്ഛൻ അന്ന് MLA ആണ്, എ വി കുഞ്ഞമ്പു. അദ്ദേഹം എന്നെ കൂട്ടി തലശ്ശേരിയിൽ പോയി. തലശ്ശേരിയിൽ അഡ്വക്കേറ്റ് MK ദാമോദരനെ ഏൽപ്പിച്ചു. കാരണം അതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും മറ്റും ഇടപെട്ട് അങ്ങനെ ഒരു നിയന്ത്രണമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. 4 കൊല്ലം MK ദാമോദരൻ്റെ ശിഷ്യത്വമാണ് എൻ്റെ ഇന്ധനം. അപ്പോൾ അതിൽ ആദ്യഘട്ടം മുതൽ തന്നെ പയ്യന്നൂരിൻ്റെ വളർച്ച എന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇന്ന് ശിവരാമൻ ജഡ്ജ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അവരുടെ എല്ലാ സഹായത്തോടു കൂടിയിട്ട് അന്ന് ഉമാമഹേശ്വരിയർ, പാരിക്കര മാധവൻ നായനാർ, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് വളരെ വി കരുണാകരൻ പേര്, അങ്ങനെ പ്രമുഖരായ പ്രഗത്ഭരായ അഭിഭാഷകരുണ്ടായിരുന്ന സമയമാണ്. അവരുടെയൊക്കെ സഹായത്തോടു കൂടി പയ്യന്നൂരിൻ്റെ വളർച്ച, ആ വളർച്ചയിൽ മുൻനിരയിൽ നിന്നിട്ടുള്ള ഭീഷ്മാചാര്യന്മാരായിട്ടുള്ള അഡ്വക്കേറ്റ്സിൻ്റെ പിൻപറ്റി അവരോടൊപ്പം ഇങ്ങനെ നടക്കാനും വളർത്താനും ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താണെന്നുള്ള അതിനൊരു വാചകമാണ് കാരണം. BA കഴിഞ്ഞുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്കെന്തെങ്കിലും ഒരു ജോലിയാണ് ഇഷ്ടം. അത് സ്വാഭാവികമാണല്ലോ, ഈ BA കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നുകയാണല്ലോ ജോലി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞു, സഖാവ് AVയുടെ മകൻ എന്ന നിലയിൽ സഖാവ് AV വിളിച്ച് പറഞ്ഞിട്ട് ഒരു ജോലി നിനക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഞാനത് വിളിച്ച് പറയില്ല. 2, എവിടെയെങ്കിലും പോയിട്ട് ഞാൻ സഖാവ് AVയുടെ മകനാണ്, അതുകൊണ്ട് എനിക്കൊരു ജോലി വേണമെന്ന് പറയാൻ ഞാൻ നിന്നെ അനുവദിക്കുന്നില്ല. ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായി സ്വതന്ത്രമായി എന്തെങ്കിലും ഒന്ന് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് പറ്റിയൊരു കാര്യം ഞാൻ പറയാം. LLBക്ക് പോകും, വക്കീലാവും, ചില്ലറ പൈസ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലാത്ത ഒരു ഗവൺമെൻറ് ജോലിയോ മറ്റൊരു ജോലിയോ ഞാൻ മുഖാന്തരം കിട്ടില്ല. പിന്നെ അല്ലാത്ത വഴികളുണ്ടോ എന്നുള്ളത് നിനക്ക് ആലോചിക്കാം. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സത്യത്തിൽ അച്ഛൻ്റെ ഈ ഒരു ഉപദേശമാണ്, അല്ലെങ്കിൽ ഈ ഒരു വാചകമാണ് അച്ഛനൊരിക്കലും ഒരു കളങ്കം വരാതിരിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ് ശരിക്ക് LLBയിലേക്ക് ഞാൻ എടുത്തു ചാടിയത്. അതുകൊണ്ട് ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവം എന്ന് പറയാൻ അങ്ങനത്തെ ഒന്നുമല്ല. മറക്കാനാവാത്തൊരു സംഭവം ഉണ്ടായത് എൻ്റെ ഒരു ബ്രദറിൻ്റെ കേസാണ്. ഏതാണ്ട് എല്ലാവർക്കും അറിയാം. അവന് ഒരു 7 കേസുകളിൽ ഒന്നിച്ചു പിടിച്ചു. അല്ല, ജീവപര്യന്തം തടവുള്ള കേസുകളൊക്കെയാണ്. അന്നേരം ജീവപര്യന്തം തടവ് പറഞ്ഞാൽ പോസ്റ്റ് ഒട്ടിച്ചാലും ജീവപര്യന്തം തന്നെ, അങ്ങനെയാണ്. ആ കേസുകൾ പിന്നെ ഈ കോടതിയിലാണ്, അതായത് പയ്യന്നൂരിലത്തെ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അത് സുമാരൻ എന്ന് പറഞ്ഞിട്ട് ജഡ്ജാണ്. സാധാരണ ഗതിയിൽ റിമാൻഡിങ് ജയിലിലേക്കായി മൂപ്പറ കൊണ്ടുവന്ന് ഹാജരാക്കി. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ അമ്മ ഇങ്ങനെ ചോദിച്ചു, എന്താണ് വല്ല ജാമ്യം കിട്ടുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടാണ്. എന്താ അമ്മക്ക് ജാമ്യം കിട്ടണമെന്നുണ്ടോയെന്ന് ചോദിച്ചു. രാഷ്ട്രീയമായ കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കിയ ഒരാൾക്ക് അർഹതപ്പെട്ടത് മാത്രമേ കിട്ടാൻ പറ്റൂ. നക്സലൈറ്റിനെ അന്വേഷിച്ചൊരു മാർക്സിസ്റ്റ് പോലീസ് വരുമ്പോൾ അതേ അമ്മ കഥ തുറക്കും. ഒരു ഇങ്ങനെ വികാരപരിതനായിട്ട് അവിടെ നിന്നു കോടതിയിൽ. ഞാൻ ഒരു ദിവസം ആ അമ്മക്ക് ഉറങ്ങാൻ ഒരു ദിവസം കൊടുക്കണ്ടേ, ഒരു രാത്രി കൊടുക്കണ്ടേ, ഇറങ്ങിപ്പോയി. പക്ഷെ ബെയിൽ ഗ്രാൻഡഡ് 7 കിട്ടി. അവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു മനപ്രയാസവും വികാരമൊക്കെ. ഞാൻ പൊതുവെ അഭിനയിക്കൽ മാത്രമേ ഉള്ളൂ വികാരം, മറ്റ് അങ്ങനെ. പക്ഷേ ഇതെല്ലാം ഇങ്ങനത്തെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ ഒരുപാട് നമ്മളെ വല്ലാതെ കാർന്നു നിന്നിട്ടുണ്ട്. അതിൽ ശരിക്ക് അനുജൻ്റെ കാര്യത്തിൽ ഞാൻ 1-2 കേസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ കർമ്മപദത്തിൽ 50 വർഷം പൂർത്തിയാക്കുന്ന കെ വിജയകുമാർ സാറിന് എന്തായാലും നെറ്റ്വർക്ക് ടീമിൻ്റെയും ഭാവുകങ്ങൾ ആശംസിക്കുകയാണ്. ഇനിയും കർമ്മപദത്തിൽ വിരാജിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.